Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുത്തൻ കാലം പുതുപുത്തൻ ലോകം ജനറേഷൻ തോറും മാറും പുതുലോകം ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം ജനറേഷൻ തോറും മാറും പുതുലോകം ഈ ലോകത്തിൽ തിരക്കേറിയോടുമ്പോഴും തിരിഞ്ഞൊന്നു നോക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ ഈ ലോകത്തിൽ മറക്കാൻ പഠിക്കുമ്പോഴും സഹിക്കാൻ പഠിക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ ഞാൻ മേരിയെ സ്നേഹിക്കുന്നത് സീരിയസ് ആയിട്ടാണ്. അല്ലേ വേണ്ട. ഞാൻ മേരിയെ ആദ്യമായി കാണുന്നത് പള്ളിയിൽ വെച്ചാണ്. ഞാൻ ആദ്യമായി മേരിയെ കാണുന്നത് പള്ളിയിൽ വെച്ചാണ്. അന്ന് ബൈബിൾ വായിച്ചപ്പോൾ മേരി ഇട്ട ചുരിദാർ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? ഞാൻ പറഞ്ഞത് ചുവപ്പ് പോലെ ഇരിക്കുന്ന ഓറഞ്ച് ഇവൾക്ക് വല്ല നീല ചുരിദാർ ഇട്ട് വന്നാൽ പറയാം. ഓഗസ്റ്റ് 2000 68 എൻ്റെ സ്വന്തം മേരിക്ക്. ഞാൻ മേരിയെ ആദ്യമായി കാണുന്നത് പള്ളിയിൽ വെച്ചാണ്. അന്ന് മേരി ആദ്യമായി ബൈബിൾ വായിച്ച ദിവസം ഇട്ട ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മേരിയെ കാണാൻ അതൊന്നും കുഴപ്പമില്ല. നല്ല വണ്ണം കുറച്ച് ചാള മേടിച്ചാൽ നല്ല നെയ്യുള്ള ചാള വാങ്ങിക്കട്ടെ.
അത് നിറച്ച് മുള്ളായിരിക്കും മമ്മി. പിന്നെ അത് പോ ചേച്ചി ഇതിനത്ര മുള്ളൊന്നുമില്ല കേട്ടാ. ആ 1 കിലോ എടുക്ക്, അത് അരച്ചു വരട്ടി വറുക്കാം. അത് മതി ചേച്ചി, കുടമ്പള്ളിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാ എനിക്കൊരു 4 കഷ്ണം വേണം, നല്ല മൊരിഞ്ഞത്. അപ്പൊ അഞ്ചൂനോ? അവൾക്ക് വേണ്ട, അവളിപ്പോ ആ ചാള വെച്ചിനെ കുഴപ്പമൊന്നുമില്ല. എടാ വിനോദേ, ശംഭുവിന് കോയ്ക്ക് 2 ചായ കൊടുത്തേ. അളിയാ, ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോകും. അവിടെ അടിപൊളിയാന്നാണ് ജവാദ് പറഞ്ഞത്. ജവാദ് ആരാ? എന്റെ മാമയുടെ പോൻ. ഏത് മാമോട്? എടാ മാർക്കറ്റിൽ കായ്ക്കച്ചവടം നടത്തല്ലേ? കായ് പുള്ളിയാണ് നിനക്ക് പോയാന്ന് കേട്ട്. പുള്ളിയാണ് ഇട്ടത്. ചേട്ടാ 7 പടം വരെ 7 ചായ. എത്രയാ? എടാ മേരി എവിടെ? ചേട്ടാ ഒരു പാർലേജി, വേറെന്തടി വേണ്ടേ? വേറെ ഒരു പാക്കറ്റ് പാല്. ഇപ്പൊ തന്നെ തരാം കേട്ടോ. നീ ഒന്ന് പാതി പോയി നോക്കി. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇവനാണോ അത് നമ്മളാണോ പ്രേമിക്കുന്നത്? കൃത്യനിഷ്ഠയില്ലാത്ത ക്രിസ്ത്യാനി. സോറി ചേട്ടാ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. അതാ ഞാനും പറഞ്ഞ, ഒരു മിനിറ്റ്. അതന്നെ ഞാനും പറഞ്ഞ, ഒരു മിനിറ്റ്. അയ്യോ വിളിച്ചേട്ടാ ഒരു ചേർത്ത്. ആ എടുത്തോടാ. എന്താടാ വിനോദേ ഈ കാണിക്കണത്? ഗ്ലാസ് പൊട്ടിച്ചാണ്ടല്ലോ. എത്ര ചേട്ടാ? 13 രൂപ. എന്നാ പിടിച്ചോ. മൂക്കിപ്പോ കത്തിയാനായിട്ട് ഇങ്ങനെ ഇറങ്ങിട്ടുണ്ട്. നീ വട ജിമ്മൻകോഴി ബുദ്ധിയുള്ളവർക്ക് ബുക്ക് വേണ്ട പൊട്ടാ. നീ ഇപ്പൊ പെട്ടെന്ന് നിർത്തി പെയിന്റ് അടിക്ക് പോവാണ്. ശരിയുണ്ട് ചേച്ചി. കറുത്ത ഋത്തിക് റോഷൻ. എക്സാക്ട്ലി. കിട്ടിയില്ല മോളെ, പഠിക്കാൻ പോയതാ? കൊടവരങ്ങാൻ നല്ല പിള്ളേല്ലേ. ചേട്ടോ പൂവാളി മുള്ളാട്ടാ. ആ ഒരു ദിവസം എല്ലാത്തിനും പിടിച്ച് ഞാൻ പുറത്താക്കും. പിന്നെ ഞാൻ ഒറ്റക്കാവൂലേ? നീ ഇവിടെ ചേർത്തിട്ടാ. ഇവിടെ എന്താ നടക്കുന്നത്? വേഗം വന്നേ. ചേട്ടാ ഒരു പഴം. കൊളക്കോഴി കൊളക്കോഴി. വെല്ലെടുത്ത് ഉരുണ്ട് ഇവിടെ പതക്കപ്പോ. മജു നീ ഒന്നും പോണ്ടേ? പിന്നെ എന്നെ കൂടെ ഇടുന്നില്ല, പുള്ളി കടി വാങ്ങി. ഞാൻ പന്നു. ഇറങ്ങി പോടാ. ഇറങ്ങി തള്ളി പോടാ. ഓടട്ടെ ഇന്ന് ബുൾഡോഗ് കൊളക്കോടെ പപ്പും കൂടെ മറിച്ചോളൂ. നീ എവിടെ പോയി കിടക്കരുന്നു? അവള് പോയി. ആ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കരുത്. മീശ ഓടിച്ചാ നല്ല ഭംഗിയുണ്ട്. കൊള്ളാം, അവളിപ്പോ പോയുള്ളൂ. അതെ, നമുക്ക് അവഴി പോവാം. സൈക്കിൾ ജോർജ് സെലൻ, ആ പതുക്കപ്പോ. മേരി, അതെ ഞാൻ വേണമെങ്കിൽ പമർത്തോറിന് നേരം വീട്ടിലോട്ട് വരാം. അപ്പൊ എന്തായാലും നാളെ ഉണ്ടാവുള്ളൂ. നാളെ വന്നാ മതി. അല്ല, അപ്പം ഉണ്ടാക്കപ്പൻ എനിക്ക് ഏറ്റവും നന്നായിട്ട് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇല്ല കുഴപ്പമില്ല. അയ്യോ ചേട്ടാ, ഈ വെള്ളഷട്ടവനെ ഇത്തിരി വഴി വരൂ. നീ ഇങ്ങനെ നടക്കണോ? മേരി ഇതൊന്നും നോക്കണ്ട കേട്ടോ. വെറും അങ്ങനെ ബന്ധമൊക്കെ നോക്കിയിട്ടാണ് നീ തള്ളു. ചേച്ചി, നമ്മ പള്ളി കണ്ട ചേട്ടൻ. മേരി ഡോണ്ട് ലുക്ക് ബാക്ക്. ആ നോക്ക്. നീ അതൊന്നും നോക്കാണ്ടിങ്ങ് പോന്നേ. ആലുവ പുഴയുടെ തീരത്ത്
ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു വൈങ്കിളിക്കാറ്റ്. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറി ഒളിച്ചവളെ, പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറി ഒളിച്ചവളെ, പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. ആദ്യമായുള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ, സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടി കൊണ്ടുപോയി. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനിനി ജീവിതം പോരാ. കഷ്ടപ്പാടും കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹം. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു വൈങ്കിളിക്കാറ്റ്. എവിടെ? പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറി ഒളിച്ചവളെ, പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറി ഒളിച്ചവളെ, പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. ആദ്യമായുള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ, സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടി കൊണ്ടുപോയില്ലേ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. ഈ വളവ് കഴിഞ്ഞ അവളുടെ വീടാ. ധൈര്യമായിട്ട് പോയി ലെറ്റർ കൊടുക്കും. ഇതൊക്കെ ചെറിയ കാര്യമല്ലേ. മാത്രമല്ല കേട്ടോ, ഒരാള് ഓടിയുണ്ട്. പട്ടി ഓടിച്ചു കൊളക്കോയിനെ പട്ടി ഓടിച്ചാ വീടാ കൊളക്കോഴി വീട്. ലെറ്റർ ജില്ലയിലെത്തി. അയ്യോ എന്നാ എന്നെ വിളിക്കൊണ്ടോ പന്തറായ പന്തറായ. മേരിയെ കാണാൻ നല്ല ചാളവർത്ത ലുക്കാണ്. എന്തൊന്ന് ലുക്ക്? ഹലോ, കോയുണ്ടോ? ആ ഉമ്മ അവിടെ വെച്ചോ. ആരാ? എടാ ജോർജാ. നീയായിരുന്നാ പറ. എടാ ഞാനിപ്പോൾ അവളുടെ വീട്ടിലേക്ക് വിളിക്കുന്ന കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താ?
എടാ പുല്ലിന്ന് ഭാഗ്യത്തിനാണ് അയാളുടെ നിന്ന് രക്ഷപ്പെട്ടത്. എടാ നീ ഇതൊക്കെ മറന്നുപോയാ? ആ ശംഭു സൈക്കിളിൽ നിന്ന് വീണത് മറ്റവന് ഓടിച്ചത് അയാൾ ഇടിക്കണൊക്കെ നീ കണ്ടല്ലേ? ഇതെന്താ കോയി നീ പിന്നെ പോയ പോലെ പ്രോത്സാഹിപ്പിക്കാത്ത? നിന്നോട് സ്നേഹമില്ലാത്തോണ്ടല്ല, പേടിച്ചട്ടോ. സത്യമായിട്ട് എനിക്ക് അയാൾ നല്ല പേടിയാ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. എന്താണ്? നീ ആ കത്തിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണത്? മേരിയെ കാണാൻ എന്ത് ചാളവർത്ത ലുക്കാന്നാ? അതൊന്നും ലുക്കാ? അയ്യോ, അങ്ങനെയൊക്കെ എഴുതിണ്ടാ? നീ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഷടാ, ആ സമയത്ത് ഒരു അരയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അയ്യോ അങ്ങനെ പറ്റിയതാണ്. വേറെ ഉണ്ട്, അവള് നിന്റെ ഭാര്യയിലാണ്. പിന്നെ ഈ ഗ്രീക്ക് മിത്തോളജി നിന്നാ? ഈ ചോദ്യമാണ് ഞാൻ അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ ലെറ്റർ കൊടുക്കുമ്പോൾ അവൾ എന്നോട് ചോദിക്കും എന്താണ് ഗ്രീക്ക് മിത്തോളജി. അപ്പൊ എനിക്കവൾക്ക് പറഞ്ഞു കൊടുക്കാലോ എന്താണ് ഗ്രീക്ക് മിത്തോളജി. അയാളുടെ കയ്യിലങ്ങനെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ല നിന്റെ മിത്തോളജി അയാൾ ഇടിച്ച് കിടക്കും. എടാ അതെ, ഞാൻ ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ കാച്ചാലോ? എടാ ലെറ്റർ എഴുതണോ? വേണ്ട 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 വേണ്ട. അവള് വിളിക്കണ കേസ് ശംഭുവിന്റെ അടുത്ത് ചോദിച്ചു. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ശംഭു, ഹലോ ഹലോ, ശംഭു ഉണ്ടോ അവിടെ? ആരാ? ഞാൻ ജോർജ് അങ്ങളെ. ജോർജ, ഒരു മിനിറ്റ്. ശംഭു, നിനക്ക് ഫോണുണ്ട്. ജോർജ, വിളിക്കാണ്ട് സാധനം. ഞാനാ ജോർജ. എടാ ഞാനിപ്പോ കോയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ അവളുടെ വീട്ടിലേക്ക് വിളിക്കുന്നതിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം നിന്നോട് കൂടി ചോദിക്കാൻ പറഞ്ഞു. പിന്നെ വളരെ നല്ല അഭിപ്രായം. അപ്പൊ ഞാൻ വിളിക്കട്ടെ? ഒന്നുമില്ല ഒന്നുമില്ല, ലാബ് റിസൾട്ട് ലാബ് റിസൾട്ട്. നിനക്കെന്താ പറ്റി? ശരിയാ, നീ എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. ഓക്കെ, എന്താ കൂടി മേരി, അയ്യോ അവളുടെ വീട്ടിൽ ഓൾറെഡി ഇല്ലേ? എന്താടാ നിന്റെ മുഖത്ത് പറ്റിയത്? കൊതുക് കടിച്ചാ ഇത്രയും പേർക്കും? ഒരു കൊതുക് കടിച്ചപ്പോ അടിച്ചപ്പോ പറ്റിയതാ. കൊതുക് ഉണ്ണിച്ചേട്ടോ, ഇവിടെ പൂവാല ശല്യം വളരെ കൂടുതലാണ്. എന്നെങ്ങനെ ഫോൺ എടുത്താൽ മതിയായിരുന്നു. എടുക്കുമായിരിക്കുമല്ലേ? ആരെങ്കിലും എടുക്കും. പച്ചക്കറി വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ഹലോ, ആരാ? മേരി ഉണ്ടോ? മേരി ഉണ്ടല്ലോ. ആരാ സംസാരിക്കുന്നേ? ഞാൻ ജോർജാണ്. ജോർജോ? ഏത് ജോർജ്? ജോർജ് എൻ്റെ വീട്ടിൽ കോളർ ഐഡിയൊക്കെ ഉള്ളതാ. നീ ഏതാ? അയ്യോ, ഞാൻ ട്യൂഷൻ ക്ലാസ് പഠിക്കുന്നതാണ്. ജോർജ് ഡേവിഡ്സൺ ആണ്. ഡേവിഡ്സൺ? ഡേവിഡ്സൺ അല്ല, ഡേവിഡിന്റെ മകനാണ്. കളപ്പറമ്പത്ത്, ഡേവിഡ് കളപ്പറമ്പത്ത്. ഡേവിഡ് കളപ്പറമ്പത്ത്. ഓ, നീ പണ്ട് പുറത്തൊക്കെ ആയിരുന്നില്ലേ? അതെ അതെ. എന്തുണ്ട് വിശേഷം? എന്താ ഡൗട്ടാണോ? ഡൗട്ട് വന്നിട്ട് കെമിസ്ട്രിയിൽ ഡൗട്ട്. ആഹാ, എന്താ ഡൗട്ട്? കേക്കട്ടെ. ഓർഗാനിക് കെമിസ്ട്രി ആണോ? കെമിസ്ട്രി അല്ല, ഫിസിക്സ്. മേരി, അതെ ഒരു കോൾ ഉണ്ട് എനിക്ക്. ഹലോ ഹലോ,
മേരി, ആ അതെ, ആരാ? ഞാൻ ജോർജാണ്. ജോർജോ? ഏത് ജോർജ്? ഈ മേരി ക്ലാസ്സിട്ട് പോണ സമയത്ത് ഗോബസ്റ്റിൽ 3 കളർ ഡ്രസ് ചെക്കന്മാരെ കാണാറില്ല. അതിന്റെ ഏറ്റവും ഭംഗിയുള്ള ആളാണ് ഞാൻ, ജോർജ്. ഞാനും ക്ലാമറാന്ന് പറ. ഹലോ, ഞാൻ നാളെ അക്കുഡേറ്റ് പാലത്തിന് മുകളിൽ നിന്ന് കാണട്ടെ? വേണ്ട. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. അതിന്റെ അർത്ഥം അതിന്റെ ആവശ്യമില്ല തന്നെയായിരിക്കും. കാണാൻ വരണ്ടെന്നായിരിക്കും. ആ അതിനല്ലേ ഞാനും പറഞ്ഞു. എടാ, ഒരു ഐഡിയ. എന്താണ്? അവളുടെ അപ്പന്റെ പേര് ജോർജ്, എന്റെ പേര് ജോർജ്. അപ്പൊ ഇനീഷ്യൽ മാറ്റേണ്ട ആവശ്യം നമ്മളോട് പറഞ്ഞാൽ പോലെ. സംഭവം കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ ഇതൊക്കെ പറയാൻ പറയും. എന്തിനാ പേടിക്കണം? ഞാൻ പറയും. അതെ, വേഗം പറയണം കേട്ടോ. അവളുടെ അപ്പം വരണം പറയണം. ശംഭു, നീ ഫ്രണ്ടിലോക്ക്, ഞാൻ ബാക്കിലോക്കാം. ഇതാരീ മഞ്ഞ ഷർട്ട് ഇട്ട്? റാസൽ ഖൈമയിലെ വലിയ വീട്. ഓക്കെ. ബിസിനസ്സാണ് ജീവിതത്തിൽ വലുതെന്ന് വിശ്വസിച്ച് നടക്കുന്ന പപ്പ. നൈറ്റ് പാർട്ടിയും ഡാൻസുമായി നടക്കുന്ന ഒരു മമ്മ. ആകെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഷാർജയിലെ ബോർഡിംഗ് സ്കൂളിലെ അറബി പിള്ളേരായിരുന്നു. പെങ്ങന്മാരുണ്ടായി? ഇല്ല. റാസൽ ഖൈമയിലെ വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. ഏത് രാജകുമാരൻ ചേട്ടാ? നീ മിണ്ടായിരുക്ക പ്ലീസ്. ഇതെന്താണ് പറയുന്നത്? അറബിയ? അറബിക് കവിയാൻ തോന്നുന്നുണ്ട്. അറബി കൂട്ടുകാർ. പുറകെ സച്ചിൻ ടെണ്ടുൽക്കർ. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? നമ്മൾ എവിടെ നിർത്തിയ? ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഞാൻ. എന്റെ അറബി ഫ്രണ്ട്സ് അപ്പോൾ എന്നോട് ചോദിച്ചു, ഹൈവാൻ അൽ ഹിന്ദ് അൽ ഹബീബ് ജിബ്രലക്ക. പകച്ചു പോയി എന്റെ ബാല്യം. പോകുമ്പോ സ്നേഹം കിട്ടാതെ വിതുമ്പി നിന്ന ഞാൻ അതിനായി ഇറങ്ങി ഓടി. ഒടുവിൽ ഞാൻ നിന്നെ കണ്ടെത്തി, ജാൻസി. ഓ സോറി, ഐ ലവ് യു. ഞാനല്ലടാ നിന്നോട് ചോദിച്ചത്, നീ ഏതാന്ന്? ഇത് ഏത് ഈ അലവലാദികൾ പാലം വഴി വന്നെ കംപ്ലീറ്റ്? ഏതാ നീ? താനെന്തിനാ ക്ലാസ്സൂരിനെ? ഏതാ നീന്ന്? ഏതാണ്ട നീ? ഞാനാ? ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ? ഇതൊക്കെ ചോദിക്കാൻ താരാണോ? നിനക്ക് എന്റെ മോളുടെ കൂടെ നീ ക്രിക്കറ്റ് കളിക്കണോടാ? എനിക്കൊരു കാര്യം മനസ്സിലായടാ. നിന്നേക്കേ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ആ ബുൾഡോഗ് വന്നപ്പോ നീ എന്നെ അവിടെ ഇട്ടിട്ട് ഓടിയില്ലേ? ഓ, ഇതൊക്കെ പറഞ്ഞിട്ടാണോ? അറിഞ്ഞൂടെ പുള്ളിനെ കണ്ടോട് ഓടണം? പിന്നെ എടാ ഞാൻ കണ്ടില്ല അയാളെ. നോക്കണം. എന്ത് കഷ്ടമല്ലേ. ആദ്യം കത്തൂർ ചെന്നപ്പം ആ കൊളക്കോഴി ഉണ്ടായിരുന്നു. പിന്നെ ഏതാണ് മഞ്ഞ ഷർട്ടായിട്ട് അറബിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ ഏതാണ്? അവനേതാ? അവനൊക്കെ ഉണ്ടായത് നന്നായി, ഇല്ലെങ്കിൽ കാണായിരുന്നു. എന്താണ്? നമ്മളിടിച്ച് ചളിക്കനവന്മാര് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഓ പിന്നെ എനിക്ക് മനസ്സിലാവാത്ത നാട്ടിലെ കംപ്ലീറ്റ് അമ്പളാരി എന്ത് കണ്ടിട്ടാണ് അവളുടെ പുറകെ കിടക്കുന്നത്? അങ്ങനെ പറയും. ഹേയ്, ഷീസ് ബ്യൂട്ടിഫുൾ. പിന്നെ തേനീച്ച കൂട് പോലെയാണ് മുടിയിരിക്കുന്നത്. ഷീസ് ബ്യൂട്ടിഫുൾ. എടാ, എനിക്കൊരു ഐഡിയ. നമുക്ക് അവളുടെ വീട്ടിൽ മറ്റേ പത്രം ആളെ പിടിച്ചാലോ? എന്നിട്ട് പത്രത്തിനിടെ ഒരു ലെറ്ററും കാർഡും ഒരു റോസാപ്പൂവും വെച്ചു കൊടുക്കാം. ഒരു ചെടിച്ചെടിയും വെച്ചെടുക്കാം. എടാ അതെങ്ങാനും ബുൾഡോഗിന്റെ കൈ കിട്ടിയാലോ? ഒരു കോപ്പ് നടക്കണല്ലോ ദൈവമേ. നീ ഒന്ന് പയ്യെ പറയണ്ട ജോർജ്. മാത്രമേ ഇല്ലാത്തത്. നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. താനേ എല്ലാത്തിനും ഇങ്ങനെ ഉടക്ക് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട എന്തെങ്കിലും ഒരു നല്ല ഐഡിയ പറയും. വേറെ ആരെടുത്ത് പോയി പറയൂ? ഇതൊക്കെ നമ്മളല്ലേ ഉള്ളൂ. എന്നാ ആലോചിക്കും. ആലോചിക്കണം. ഒരു ഐഡിയ ഉണ്ട്. നിക്ക്, എന്തത് കടയൊക്കെ തല്ലി പൊളിക്കല്ലോ വിനോദന്മാരെ കൂടി. നിങ്ങളല്ലേ പിടിച്ച് അകത്ത് കയറ്റി, അതെന്നെ പിടിച്ച് പുറത്താക്കും. മതിയുടെ മതി. മേരി, അച്ഛനെ കണ്ണിടിച്ച് പഴിപ്പിച്ചു വിടാ. മേരി, എനിക്കൊരു കാര്യം. എന്താ കാര്യം? അല്ല,
മേരിയോട് പറഞ്ഞോളാം. അല്ല മേരി എന്താന്ന് മേരി, ഞാൻ തുറന്നുതരാം, ഞാൻ തുറന്നുതരാം. ശരിയായിക്കോട്ടെ. മേരി +2 മേരി ഒരു കാര്യം. മേരി ടയറിന് കാറ്റ് കുറവാണ്ടോ? അടിച്ചോളാം, കഴിയുന്ന അടിച്ചോളാം ട്ടോ. മേരി ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. മേരി, നമുക്ക് വീട്ടിൽ പോവാം, എന്നിട്ട് ഹോംവർക്ക് ഒന്ന് മാറി നിൽക്കാൻ വണ്ടി ഇരിച്ചു കൊടുക്കട്ടെ. ഏറ്റവും ഞാൻ സഹായിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ സോറിടാ, ഞാൻ വേണം സഹായിക്കട്ടെ. അല്ല നീ നിന്റെ സൈക്കിൾ എടുക്കണം. അല്ല മേരി, പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ട്. മേരി, മേരി ഞാനുണ്ട്. അവൻ പറഞ്ഞു വേണമെങ്കിൽ അവന്റെ മുമ്പിൽ സംസാരിച്ചാൽ ഏതാണ് അവനെ അവനെ പാർത്തും തള്ളിട്ടോ. പറയാതിരി വയ്യ നെഞ്ചിൽ തീയാണെന്നേ. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ട്. പതിവിട്ടും തെറ്റാതെ ഞാൻ കാണാറുണ്ട്. പല നാളായി ഉള്ളിൽ ഒതുക്കിയ നോവാണെന്നേ. പറയാതിരി വയ്യ നെഞ്ചിൽ തപ്പനില്ലാന്ന് പറഞ്ഞു. ഞാനല്ല ചമ്പൂരിക്കും. ഇളകണമെഴിയൊരു വരളിപ്പൂവാണെന്നേ. മദനപ്പൂ ചണ്ട് വിരിഞ്ഞതു പോലാണെന്നേ. മധുര17 പൊന്നാണെന്നേ. മഴവില്ല് വരച്ചതുപോലൊരു പെണ്ണാണെന്നേ. ഇളകണമെഴിയൊരു വരളിപ്പൂവാണെന്നേ. മദനപ്പൂ ചണ്ട് വിരിഞ്ഞതു പോലാണെന്നേ. മധുര17 പൊന്നാണെന്നേ. അവളുടെ മണിമാറി ചേർന്ന് മയങ്ങാൻ കൊതിയാണ്. ആരാണ് ലിറിക്സ് ചെയ്തത്? അവിടെ ഒരു പടക്കം പൊട്ടിയിട്ടാ. പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ട്. പതിവിട്ടും തെറ്റാതെ ഞാൻ കാണാറുണ്ട്. പല നാളായി ഉള്ളിൽ ഒതുക്കിയ നോവാണെന്നേ. പറയാതിരി വയ്യ നെഞ്ചിൽ തീയാണെന്നേ. പല വഴികളും അടവുകൾ പലതും പാഴായെന്നേ. കുർബാന മുടങ്ങാതെന്നും കൂടാറുണ്ടേ. കനിവൊട്ടും കിട്ടാതെ ഞാൻ കരയാറുണ്ടേ. ഗതി കെട്ടിട്ടവളുടെ പുറകെ അലയാറുണ്ടേ. പല വഴികളും അടവുകൾ പലതും പാഴായെന്നേ. കുർബാന മുടങ്ങാതെന്നും കൂടാറുണ്ടേ. കനിവൊട്ടും കിട്ടാതെ ഞാൻ കരയാറുണ്ടേ. കരികാലം നല്ലതെന്നോ പറയാനുണ്ടേ. എടാ മജു മേരി ഒരു കളിച്ചോണ്ടിരുന്നോടാ. ഗ്ലാസ് വെക്കാനുള്ളത്. നിന്നെയൊക്കെ നല്ല പ്രായത്തിൽ പിടിച്ച് കെട്ടിച്ചിരുന്നെങ്കിലേ ഇപ്പൊ പിള്ളേർക്കിടെ പെരുത് കളിക്കില്ല. 8ാം ക്ലാസ്സിലല്ലേ കല്യാണം കഴിച്ചു കൊടുക്കും. നിനക്കപ്പോ 8ാം ക്ലാസ്സിലായോ? ഉണ്ണിച്ചേട്ടാ 3 സർവത്ത്. എടാ സോഡയാണോ വെള്ളമാണോ? വെള്ളം മതി. വെള്ളം. കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഒറ്റ വഴി പള്ളിയിൽ പോകണം. പള്ളിയില്ല, പിന്നെ വേറെ പണിയില്ല. പണിക്കൊരു പോണില്ല. പിന്നെ കുർബാനയ്ക്ക് പള്ളി പോണ കാര്യമല്ല പറഞ്ഞ. അവള് പള്ളിയിൽ വരില്ലേ? അവളുടെ കാര്യം അവതരിക്കും പള്ളിയിൽ. അവിടെ ആദ്യം വെച്ച് കണ്ടത്. ആ ഐഡിയ ഉള്ള. ഓ അതായത് കസ്കസില്ലേ? ഉണ്ടല്ലോ. വേണോ? എന്താണ് ഈ കസ്കസ്? എടാ കസ്കസ് ഇട്ട് ഞാൻ ഭയങ്കര ഈ കൊന്ത പള്ളിയൊക്കെ നല്ല ഐഡിയ ആണ്. പക്ഷേ നീ പോകുമ്പോ നീ ആയിട്ട് പോകണ്ട. ഞാനായിട്ട് പോണ്ട. എന്നടാ ശംഭു? അതായത് നിന്റെ ഇപ്പൊ ഈ ഒരു എനിക്കും വേണം. നിനക്കും വേണോ? നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നു? അതല്ലാന്ന് ഇവന്റെ ഇപ്പൊ തീയൂരിതില്ലേ, അതല്ലാതെ പള്ളിയിൽ പോകുന്ന പഠിക്കുന്ന ഒരു പാവം പയ്യനായിട്ട് പോയാലേ ഇതൊക്കെ നടക്കുള്ളൂ. പള്ളി ചെന്ന് കഴിഞ്ഞാൽ അയാളുണ്ടാവും. അത് ശരി. അല്ലടാ പോകുമ്പോൾ ഒരു ഇംഗ്ലീഷ് ഷർട്ട് കൂടി ചെയ്തിട്ട് പോയല്ലോ. വേണ്ടല്ലേ? എന്നടാ ജോർജ്? എനിക്കും വേണം കസ്കസ്. പള്ളി വേണ്ടടാ, അവളുടെ അപ്പനും അമ്മയ്ക്കുണ്ടാവും. പള്ളി വേണ്ട, പള്ളി വേണ്ട. എനിക്ക് വൈകിട്ട് കൂടാ.
എടാ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. ഐഡിയ എന്നാ? നമുക്ക് ആ തന്തപ്പടിനെ പാലത്തിന് മുകളിൽ താഴത്തേക്കിടാം. എന്നിട്ട് ആശുപത്രി ചെന്ന് കണ്ട് നമുക്ക് സെന്റിമെന്റ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യാം. ഇത് ഇത്രയും രക്ഷുണ്ടോ? ആളോളം പഴുട്ടുണ്ട്. പാലത്തിൽ പോയ തന്ത, പള്ളി പോയ തന്ത, വീട്ടിലേക്ക് ഫോൺ വിളിച്ചാ തന്ത. എവിടെ പോയാലും തന്ത തന്ത തന്ത. നമുക്ക് നീന്താം. എടാ ഒരു ഐഡിയ. ഇത് നമുക്ക് വീട്ടിൽ കൃഷിയാതല്ല. ആ എന്നിട്ട് 1 കിലോ കൊക്കയിട്ട് പോലെ അവളുടെ വീട്ടിലേക്ക്. ഇതിൽ നിന്നാണ് കൊക്കോള ഉണ്ടാക്കണേ? ഇതിലാണ് കൊക്കോള ഉണ്ടാക്കണേ? ഇതിന്റെ ജ്യൂസ് ആയിരിക്കും. എന്താണ് അത് പറ്റും. ഇതിന്റെ അടിക്ക് കണ്ടില്ല ഞാനത്. ഇതിന്റെ അടിക്ക് കണ്ടില്ലടത്. നീയിപ്പോ ഇത് കാണ്. ഇവിടുത്തെ വെള്ളം അടിച്ച് മുട്ടു തിന്നിട്ട് വേണ്ട വേണ്ട, കയ്യും കാലും അത് ശരി. എന്നാ പിന്നെ വേറെ ഐഡിയ വരട്ടെ. തൂവാനത്തോൾ ഡയലോഗ് പറഞ്ഞാലോ? ഓക്കെ പറയൂ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്നേരാ പറക്കാം. അവിടെ നമുക്ക് വർക്കം സോറി, നമുക്ക് വാർക്കം മുന്തിരിത്തോപ്പില്ല. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്നേരാ പാർക്കാം. അവിടെ മുന്തിരിവള്ളികൾ പൂത്തുവെന്നും. വേണ്ട വേണ്ട വേണ്ട, ഇതൊന്നും വേണ്ട. എടാ നീ ഇതായിട്ട് പറ, സിമ്പിൾ ആയിട്ട് പറ. സീരിയസ് പറയല്ലേ? മേരി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പൊ അവള് പറയും, ജോർജ് എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഇതാണ് അവരെയൊക്കെ അറിയില്ലേ? ഇതൊന്നും വേണ്ട, സാധാരണ രീതി പറ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറട്ടെ. മേരി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയാം. മതി, അത്ര മതി. ഇതുപോലെ ഇത് മതി. അവളായിരിക്കും ഞങ്ങൾ ഭയങ്കര. ജോർജ്? ജോർജ്. ഏത് ജോർജ്? ഹായ്, തന്റെ പേരും ജോർജ് എന്നാണോ? എൻ്റെ പേരും ജോർജ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കാം. ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ്. ഓക്കെ, ഞാൻ SBIയിലാണ്. ഓ, ബാങ്കിലാണോ? അല്ല, സ്കൂള്. ഓ, സ്കൂൾ. ഓക്കെ, വേറെ സ്കൂൾ. ഞാൻ ജോർജിനെ കാണാതിരിക്കായിരുന്നു. ആണോ? ആ, അന്ന് വീട്ടിലേക്ക് വിളിച്ചില്ലേ? പപ്പയ്ക്ക് ജോർജിനെ വിശ്വാസമാണെന്ന് തോന്നുന്നു. പിന്നെ കോൾ റൈഡി ഉള്ളതുകൊണ്ട് ഇവനെന്തായാലും എറണാകുളത്തുനിന്ന് വീട്ടിലേക്ക് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യോ പ്ലീസ്? ഞങ്ങളൊക്കെ വീട്ടിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും. വിളിക്കാൻ ബുദ്ധിമുട്ടാണ്. വേറെ വഴി ആലോചിക്കുന്നതായിരിക്കും നല്ലത്. ജോർജ്, കുഴപ്പമില്ല. എന്തോ കുഴപ്പമില്ല. ശരിക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ഇല്ല. താങ്ക് യു സോ മച്ച് ജോർജ്. ഞാൻ മേരിയോട് എപ്പോഴും പറയും, മേരിയുടെ ഫാദറിന്റെ പേരും ജോർജ്, എൻ്റെ പേരും ജോർജ്. കല്യാണം കഴിഞ്ഞാലും പേര് മാറ്റണ്ടല്ലോ. അപ്പൊ ശരി, കാണാം. എന്നാ പൊക്കട്ടെ. ബൈ. നീ എന്തിനാ സമ്മതിച്ചു? നിന്നോട് ആരാ സമ്മതിക്കാൻ പറഞ്ഞു? ചോദിച്ചോ, ഇങ്ങനെ എങ്ങനെയെങ്കിലും കൊണ്ടേ കൊടുക്കുന്നു. ഒന്ന് മാറാമോ? വന്നെങ്കിൽ പാടോ. കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. കാല് വെച്ച ഭൂമിയും കുഴിഞ്ഞു താണുപോയി. കണ്ടു നിന്നതൊക്കെ ഇന്നു മെല്ലെ മാഞ്ഞു മാഞ്ഞുപോയി. വിരിഞ്ഞ പൂമരം കൊഴിഞ്ഞു വീണുപോയി. എടുത്തു വെച്ചതൊക്കെ ഇന്ന് താഴെ വീണുപോയി. കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി. കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞുപോയി.
കൊടുക്കാം. കനവായി ഞാൻ നാള് നീള കണ്ടതൊക്കെ നീനവായപ്പോ താഴെ വീണുടഞ്ഞു പോയേ. ഉള്ളിലുള്ളതൊക്കെ പൂത്തു നിന്നതൊക്കെ ആരാരോ കൊണ്ടുപോയേ. കാണാൻ കൊതിയേറി നിന്ന കാലമൊക്കെ കൺമുന്നിൽ തീ പിടിച്ചെരിഞ്ഞു പോയേ. കാത്തുവച്ചതൊക്കെ കാലമാവും മുന്നേ ആരാരോ കൊണ്ടുപോയേ. ഓ നോക്കി നോക്കി വെച്ച മാമ്പഴം പറിച്ചെടുത്ത് മെല്ലെ ഇന്ന് കൊണ്ടുപോ. മതി മതി ചെല്ലേ മുമ്പേ കരയുന്നു. ഇച്ചിരി കട്ടിയാണ്ടാ അതിനുള്ള ടച്ചിങ്സ്. മനസ്സിലുള്ളതൊക്കെ മറച്ചു വെച്ചതൊക്കെ മരിച്ചുപോയി മണ്ണടിഞ്ഞു പോയി ദൈവമേ. എടാ രാത്രി എടാ ഒരു കയ്യിൽ വെക്കണേ പൊട്ടാൻ. സിബു ഒന്ന് വന്നിട വീട്ടിൽ പോവാ. നീ വിട്ട് നീ ഏതുമേന്ന്. പിന്നെ നാട്ടിൽ വേറെ പിള്ളേരില്ലാണ്ടല്ലേ ജോർജ് വണ്ടി ഇറക്കണ. പാസ്സായപ്പോൾ വീട്ടിൽ പെരുന്നാളായിരുന്നു. അപ്പം മരണം വിടുവല്ല. ഈ പരീക്ഷയ്ക്ക് തോക്കണത് ഇത്ര വലിയ പ്രശ്നമാണോ? എനിക്കത് എപ്പോഴാണ് മനസ്സിലായി. അവന്മാർക്ക് എല്ലാ പരീക്ഷയിലും ജയിച്ചു, നമ്മൾ മാത്രമാണ്. അതെന്താ നമ്മൾ മാത്രം തോറ്റേ? എല്ലാം പഠിക്കണായിരുന്നു. പോത്ത് പോലെ വളർന്നുകൊണ്ട് തല്ലിയില്ല വീട്ടിൽ. ഇനി കുഴപ്പം അവരുടെയൊക്കെ ഒന്ന് മാറ്റണം. ഇതെന്ത് കഷ്ടം. ഇങ്ങനെ പോയ പരിപാടിയൊന്നും ശരിയാവൂല. പങ്ക് വിളിച്ചു, ഞാൻ പള്ളി പോണു. മാറി. ഞാനും നേരത്തെ വീട്ടിൽ കയറണം. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളെ കലിപ്പ് തീരണില്ലല്ലേ? കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കാണ്, മുഷ്ടി ചുരട്ടൻ ആകെ വിയർക്കാണ്.
നാടിഞ്ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ടുകയറാണ്. ചങ്കിനകത്ത് താളമട്ടിക്കണ്, തകിട തകിട മേളമട്ടിക്കണ്. ചങ്കിനകത്ത് താളമട്ടിക്കണ്, തകിട തകിട മേളമട്ടിക്കണ്. കുഴപ്പമാവോ? എന്ത് കുഴപ്പം? നമ്മുടെ കൂടെ കളിക്കാൻ ഒരു പെണ്ണൊന്ന് വിട്ടിട്ട് പോയതല്ലേ, അവനതിരിക്കട്ടെ. ചുവക്കണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരുട്ടണ്, ആകെ വിയർക്കണം. നാടിനരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറണ്. ചങ്കിനകത്ത് താളമടിക്കണ്, തക്കിട്ട തക്കിട്ട മേളമടിക്കണ്. കയ്യും കാലും പെറപറയ്ക്കണ്, പെട പെടക്കണ്, തുടി തുടിക്കണ്. പെരുവിരല് പെരുത്തു കയറാണ്, വെളിച്ചപ്പാട് പോലെ ഉറങ്ങത്തുള്ളടാ. ഇതിനാണ് വെച്ചെടുത്താ പിന്നെ വലിയ കാര്യമായി പോയി. ഈ കളിയും എടാ ഒന്ന് തട്ടടാ, നീ ഒന്ന് ശരിയാക്കി ഒന്ന് തട്ടടാ. നമ്മൾ ഇത്ര നേരം ജോക്കർ ഉണ്ടല്ലോടാ. എന്നിട്ട് കണ്ണാടിയൊക്കെ ഇടാ. വേണ്ടാ. ജോർജ് എന്തിയടാ? എവിടെ?